നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കാതെ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് താൽക്കാലിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിനെതിരെ KSU പ്രതിഷേധം. കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്തതിനാൽ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം ആരോഗ്യ സർവകലാശാല തടഞ്ഞു വെച്ചിരുന്നു. പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിലെ വാടക കെട്ടിടത്തിലാണ് നഴ്സിംഗ് കോളേജ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ജനങ്ങളോട് യാതൊരു പ്രതിപത്തിയില്ലാത്ത ഒരു മന്ത്രി അവർക്കറിയാൻ വയ്യായോ? കേരള നഴ്സിംഗ് കൗൺസിൽ ഇന്ത്യൻ INC-യുടെ അംഗീകാരം വേണമെന്നുള്ള അറിയത്തില്ലയോ? INC-യുടെ അംഗീകാരം വേണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, സ്വന്തമായി സ്ഥലം വാങ്ങണം, 2.5 ഏക്കർ സ്ഥലം വേണം നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ. വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ലെന്ന് രക്ഷിതാക്കളും പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസ്, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഴുവൻ ആളുകളെയും കണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ സമർപ്പിച്ചു. ഞങ്ങളുടെ കോളേജിന് ഇത്രയും പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ബസ്സിൻ്റെ സൗകര്യമാണെങ്കിൽ 6 മാസം കൊണ്ട് ബസ് അനുവദിക്കാം, MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ 6 മാസം പോയിട്ട് ഇപ്പോൾ അടുത്ത അധ്യയന വർഷമായി ഒരു നടപടിയുമില്ല. കോളേജ് ബസ്, ഹോസ്റ്റൽ സൗകര്യം, ലാബുകൾ എന്നിവ സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഇല്ലെന്നും രക്ഷിതാക്കൾ പരാതിപ്പെട്ടു. സ്വകാര്യ ഹോസ്റ്റലുകളിലെ അമിത ഫീസ് താങ്ങാൻ കഴിയാത്തതിനാൽ പല വിദ്യാർത്ഥികളും നഴ്സിംഗ് പഠനം നിർത്തേണ്ട അവസ്ഥയിലാണെന്ന് PTA ഭാരവാഹികളും വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.